മനുഷ്യ മനസ്സുകളെ തഴുകിത്തലോടി തരളിതമാക്കുവാനുള്ള സംഗീതത്തിൻ്റെ മാസ്മരശക്തി അതുല്യമാണ്. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും പീഡയുടെയും ഉയർപ്പിൻ്റെയും അനുഭവത്തിൽ ലോകം മുഴുവനും പങ്കുചേരുന്ന ഈ അനുഗ്രഹീത ദിവസങ്ങളിൽ യെരുശലേമിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനെ യെരുശലേം വീഥികളിൽ കുഞ്ഞുങ്ങളും വഞ്ചനാവലിയും ചേർന്ന് ദാവീദിൻ്റെ പുത്രനായ യേശുവിന് ഓശാന എന്ന് ആർത്തുവിളിച്ചു. ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കണമേ, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലായിരുന്ന യഹൂദ ജനത ഒരു രക്ഷകനു വേണ്ടി ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് ആർത്തുവിളിച്ചപ്പോൾ ഇന്ന് പട്ടിണിയും രോഗവും യുദ്ധവും ആധിപത്യവും മൂലം കോടാനുകോടികൾ രക്ഷയ്ക്കായി സമാധാനത്തിനായി മുറവിളി കൂട്ടുമ്പോൾ യെരുശലേമിലെ ആ കുഞ്ഞുങ്ങളോടൊരുമിച്ച് ഞങ്ങളുടെ ദൈവമേ, സത്യവും നീതിയും സമാധാനവും ഞങ്ങളുടെ മാനവ സമൂഹത്തിൽ സംജാതമാകുവാൻ അവിടുന്ന് ഞങ്ങളിലേക്ക് വരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്കും ചേർന്ന് പാടാം. ഓശാന, ദാവീദിൻ്റെ പുത്രന് ഓശാന. യെരൂശലേമിലെ വന്മലമേ, ഓരുകിലെന്നെ യാരേറ്റി, വരവാഹനനായി പുരിഭൂവും പരസുതനെ ഞാൻ കാണുന്നു. ഹോശാന, ഹോശാന, ന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ, സ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണി ചേർന്നു വരുന്നല്ലോ. ഹോശാന, ഹോശാന, യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗമാണ് ദുഃഖവെള്ളിയാഴ്ച നാം ആചരിക്കുന്നത്. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി
തിരിച്ച ദൈവപുത്രൻ്റെ കാൽവരിയിലെ യാഗം. ഇതൊരു കെട്ടുകഥയല്ല. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ റോമാ ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ക്രൂശുമരണത്തെയും അതോടൊപ്പം തന്നെ പുനരുത്ഥാനത്തെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ചരിത്രകാരനായിരുന്ന ജോസീഫസ് അദ്ദേഹത്തിൻ്റെ ആൻറ്റിക്വിറ്റീസ് അതിൻ്റെ 1863 റോമാ ചരിത്രകാരനായ ടാസിറ്റസ് അദ്ദേഹത്തിൻ്റെ അനൾസ് 1544 യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ശാപമായിരുന്ന കുരിശ് രക്ഷയുടെ പ്രതീകമായി മാറ്റപ്പെടുകയാണ്. കുരിശിൻ്റെ അർത്ഥതലങ്ങൾ യേശുവിലൂടെ അത് മാറ്റപ്പെടുകയാണ്. കുരിശ് ഒന്നാമതായി സ്വാർത്ഥതയുടെയും അഹത്തിൻ്റെയും നിഷേധമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ എന്ന അക്ഷരം ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഗ്രീക്ക് ഭാഷയിലെ എഗോ എന്ന പദത്തിൽ നിന്നാണ് ആ പദം തത്തുല്യമായിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈഗോയിസം എന്ന പദം നാം കാണുന്നത്. സ്വാർത്ഥതയും അഹവുമാണ് മനുഷ്യൻ്റെ സകല തിന്മകളുടെയും അടിസ്ഥാനമായി രൂപപ്പെട്ടു വരുന്നത്. കാൽവറിയിലെ കുരിശ് എന്ന് പറയുമ്പോൾ ആ അഹത്തിൻ്റെ നിഷേധമാണ്. യേശു ക്രിസ്തു മനുഷ്യകുലത്തിനു വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി തന്നെ സമർപ്പിച്ച് ത്യാഗമായി തീരുന്ന ആ ഒരു വലിയ ഉദാഹരണം. അതുപോലെ തന്നെ കുരിശ് 2 തടിക്കഷ്ണങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുവാണ്. അതും വലിയൊരു പ്രതീകമായി നിലനിൽക്കുന്നു. പാപം മൂലം തകർക്കപ്പെട്ട ദൈവ മനുഷ്യബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും അതിൻ്റെ സംയോജനമാണ് കാൽവറി ക്രൂശിലെ ആ യാഗത്താൽ യേശുവിലൂടെ നിവർത്തിതമായി തീർന്നത്. ആധുനിക ലോകം ചൂഷണ സംസ്കാരത്തിൽ ആയിരിക്കുമ്പോൾ ഏതുവിധേനയെങ്കിലും മറ്റുള്ളവനെ ചൂഷണം ചെയ്ത് സ്വാർത്ഥതയ്ക്കും സ്വയത്തിനും ഊന്നൽ നൽകുന്ന ഒരു കമ്പോള സംസ്കാരമധ്യേ നാം ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വാർത്ഥരഹിതമായ ആ ക്രൂശിലെ യാഗം ബന്ധങ്ങളുടെ പുനഃസ്ഥാപനത്തിനും അനുരഞ്ജനത്തിനുമുള്ള വലിയ ഒരു ദൃഷ്ടാന്തമായി അത് മാറുമ്പോൾ ഈ മെഴുകുതിരിനാളം പോലെ കത്തി എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകി ലോകത്തിൻ്റെ പ്രകാശവും പ്രത്യാശയുമായ നമ്മുടെ യേശു കർത്താവിനെ നമുക്ക് നന്ദിയോടെ പാടി സ്തുതിച്ച് വണങ്ങാം. ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻ ആശായും കഷ്ടതയാൽ നേടണം അവകാശം. രാജീദേവാ ദയയുണ്ടാകേണം നാഥാ, കൃപ തോന്നേണമെന്താ.
ദയതുമായോനേ സ്തുതി ദേവാ ദയയുണ്ടാകേണം നാഥാ കൃപ തോന്നേണമെൻപാ. കുരിശ് ഭാരമുള്ളതാണ്. അത് പേറേണ്ടി വരുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യധികം വേദനയും ദുഃഖവുമുള്ള സംഗതിയാണ്. അരുമനാഥനായ യേശുക്രിസ്തു മനുഷ്യകുലത്തിനു വേണ്ടി തൻ്റെ തോളുകളിൽ ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് യാത്രയായി. താൻ സൗഖ്യമാക്കിയ കരങ്ങൾ തൻ്റെ ചെകിട്ടത്തടിച്ചു. തൻ്റെ ശിരസിൽ മുൾക്കിരീടം വച്ചു. ഇന്നും ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും അപവാദങ്ങളുമാകുന്ന കുരിശുകൾ പേറേണ്ടി വരുമ്പോൾ, ജീവിതം ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന നിരാശ ജീവിതത്തെ മൂടുമ്പോൾ, നമുക്ക് വേണ്ടി നമ്മുടെ ഭാരങ്ങളും രോഗങ്ങളും വേദനകളും ഏറ്റുവാങ്ങിയവനായ കർത്താവ് ആശ്വസിപ്പിച്ച് കൂടെയിരിക്കുവാൻ, നമ്മുടെ കുരിശ് വഹിക്കുവാൻ നമ്മോട് ചേർന്നിരിക്കുമ്പോൾ, അവൻ്റെ സന്നിധിയിലേക്ക്, കാൽവറിയിലെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും സമർപ്പിച്ച് പ്രത്യാശയോടെ അവൻ്റെ തിരുമുഖത്തേക്ക് നമ്മുടെ നയനങ്ങളെ നമുക്കയക്കാം, അവനെ ദർശിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ.
എൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോ എന്നെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിന്നാണ്. ഞാൻ സത്യമാകുന്നുവെന്ന് അരുളി ചെയ്ത സത്യത്തിൻ്റെ നിറകുടമായ സത്യമായ സത്യത്തിൻ്റെ സാക്ഷിയായ യേശു ക്രിസ്തുവിനെ പീലാത്തോസ് മരണത്തിനായി ഏൽപ്പിച്ചുവെങ്കിലും അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആ വലിയ പ്രത്യാശയുടെ അനുഭവവുമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. ഇന്ന് ആധുനിക ലോകത്തും ഇതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് മരണത്തിന് മീതെയുള്ളതായ ജീവൻ്റെ വിജയമാണെങ്കിൽ, ദുഃഖത്തിൻ്റെ മീതെയുള്ളതായ സന്തോഷത്തിൻ്റെ അനുഭവമാണെങ്കിൽ, അനീതിയുടെ മേലുള്ളതായ
നീതിയുടെ വാഴ്ചയാണെങ്കിൽ, അധർമ്മത്തിൻ്റെ മേലുള്ളതായ സത്യത്തിൻ്റെ വിജയമാണെങ്കിൽ, ഇന്നും അനീതിയും അസത്യവും അക്രമവും അസമാധാനവുമെല്ലാം ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ, ആത്യന്തികമായി സത്യവും നീതിയും സമാധാനവും മനുഷ്യൻ്റെ പ്രത്യാശയായി യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് നൽകുമ്പോൾ, തൻ്റെ ഉയർപ്പിലൂടെ കോടാനുകോടികൾക്ക് പ്രത്യാശയും സമാധാനവും ജീവനും നൽകുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് നമിക്കാം. ആ ഉയർപ്പിൻ്റെ പ്രത്യാശയും സമാധാനവും ജീവിത ഭാരച്ചുമടുകളും നിരാശയും ജീവിതത്തെ മൂടിയിരിക്കുമ്പോൾ, ഉയർപ്പാണ്, ജീവനാണ്, സമാധാനമാണ് നമ്മുടെ പ്രത്യാശ. എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഉയർപ്പിൻ്റെ മംഗളങ്ങളും പ്രത്യാശയും സമാധാനവും നിറഞ്ഞ ഉയർപ്പിൻ്റെ ആശംസകളും നേരുന്നു. നമുക്ക് ഉയർത്തെഴുന്നേറ്റ് സമാധാനവും പ്രത്യാശയും നൽകിയ യേശുക്രിസ്തുവിനെ പാടി സ്തുതിച്ച് വാഴ്ത്തി നമിക്കാം. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്ക് നീതി വഴി ബോധിത്തന്നോനെ, പാരിട